നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങോട്ടേക്കാ? ഫുഡ് കഴിക്കാൻ. എവിടുന്നാ? ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ ഞങ്ങൾക്ക് കഴിക്കാനാ. അതെടുത്ത് കഴിക്കാനേ നിന്നോട് ആര് പറഞ്ഞു? എന്താടി നോക്കുന്നത്? നിനക്ക് വേണ്ടത് നീ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞിട്ടില്ലേ? നിന്റെ ജോലിക്കാരൊന്നും അല്ല ഞങ്ങള്. ഞാനിപ്പോ എന്താ വേണ്ടത്? കഴിക്കാതിരിക്കണോ? അതേതായാലും വേണ്ട. ഇന്നത്തേക്ക് ഒരു ദിവസം നീ വേണേ പോയി കഴിച്ചോ. പക്ഷേ മേലാൽ ഇനി ഇത് നീ ആവർത്തിച്ചേക്കല്ലേ. എന്നോട് കുറച്ചുകൂടി മനുഷ്യത്വം കാണിച്ചൂടെ? പണ്ട് നീ ഞങ്ങളോട് എങ്ങനെയാ പെരുമാറിക്കൊണ്ടിരുന്നത്? അതിന്റെ തിരിച്ചടിയാണെന്നങ്ങ് കൂട്ടിയാ മതി. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാണിനൊപ്പം ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റുമോ? എന്റെ ഭർത്താവിനെ എനിക്ക് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയാ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നിട്ട് കിട്ടിയോ? ഹസ്തയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ അവള്, ദേവിക. പിന്നെ എങ്ങനെ കിട്ടാനാ? നിന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നില്ല. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായല്ലോ, തെറ്റെനിക്ക് മനസ്സിലായി. അത് തിരുത്താൻ വേണ്ടിയാ ഞാനിപ്പോ പലതും ചെയ്യുന്നത്. അത് പക്ഷെ നിങ്ങൾക്കാർക്കും ഇഷ്ടാവുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? നിന്നെ ആർക്കും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ. നീ ഞങ്ങളുടെ ഒന്നും മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇനി എത്ര ശ്രമിച്ചാലും അതുണ്ടാകാനും പോകുന്നില്ല. നിന്റെ ഭാവി കളഞ്ഞതേ നീ തന്നെയാ. നിന്റെ പ്രവൃത്തികളാ. അതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. നഷ്ടപ്പെട്ടത് മുഴുവൻ ഞാൻ തിരിച്ചു പിടിക്കും. അപ്പോഴോ? ഒരിക്കലും നിന്നെ കൊണ്ട് അതിനിയും പറ്റില്ല. സിദ്ധുവിനിപ്പൊ നിന്നോട് വെറുപ്പാ. ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാ. സ്വയം ജീവിതം കളഞ്ഞു കുളിച്ചിട്ടേ ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതാ ബുദ്ധി. നിനക്കും ഞങ്ങൾക്കും അതാ നല്ലത്. ആ പ്രതീക്ഷ വേണ്ട. ഞാനൊരിക്കലും ഒഴിയില്ല. ഒഴിയാനല്ല ഞാൻ സിദ്ധുവേട്ടനെ കല്യാണം കഴിച്ചത്, ഒരുമിച്ച് ജീവിക്കാനാ. ഇന്നല്ലെങ്കിൽ നാളെ അതിന് സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ എന്താ ഈ ആലോചിക്കുന്നേ? എല്ലാം കൈവിട്ടു പോവാന്നൊരു സംശയം. എന്തു പറ്റി? എന്റെ ഊഹം ശരിയായിരുന്നു. ശരവണും മനോഹരും തമ്മിൽ കണ്ടിട്ടുണ്ട്. അതാ അയാൾക്കിത്ര മാറ്റം. നിന്നെക്കുറിച്ച് ശരവണൻ എന്തു പറയുന്ന നീ പേടിക്കുന്നേ? അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. സത്യം പറ, ഞാൻ മനസ്സിലാക്കിയ ആളൊന്നും അല്ലേ നീ? നിനക്ക് വേറൊരു മുഖമുണ്ടോ? അമ്മേ, ഇച്ചിരി മനസമാനം കിട്ടാൻ വേണ്ടിയാ അമ്മയെ വിളിച്ചരുത്. ഒരുമാതിരി കൊനഷ്ട ചോദ്യം ചോദിച്ച് എന്റെ മൂഡ് കളയല്ലേ. ഞാനാണോ കുഴപ്പക്കാരി? ശരവണനെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിന്നെക്കുറിച്ചുള്ള എന്ത് കഥകളാ അവനെ അറിയാവുന്നത്? അതൊന്നും അമ്മ അറിയണ്ട. ശരവണനും നിത്യയുടെ അച്ഛനും തമ്മിൽ കണ്ടത് സത്യമാണെങ്കിൽ അയാളുടെ സമ്മതത്തോടെ ഇനി ആ കല്യാണം നടക്കുമെന്ന് വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. നടക്കാൻ നിത്യയുടെ അച്ഛൻ സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? വേറെ വഴി ആലോചിക്കണം. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. നീ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യുമ്പോഴും അത് എന്നോട് കൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ഇതുവരെ ഞാൻ ചെയ്തത് അമ്മയോട് ആലോചിച്ചിട്ടാണോ? അതിന്റെ കുഴപ്പങ്ങളാ ഇപ്പൊ അനുഭവിക്കുന്നത്. അമ്മേ, ഈ ജീവിതം എന്ന് പറയുന്നത് എന്താ? ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു കളിയാ. ആരും കഴിവ് കുറഞ്ഞവരൊന്നും അല്ലല്ലോ. ഭാഗ്യം കൂടുമ്പോൾ ആളുകൾ ചെയ്യുന്നതൊക്കെ വിജയിക്കും, ഭാഗ്യം കുറഞ്ഞ അതൊക്കെ പരാജയം. എന്റെ ഭാഗ്യത്തിനൊരു ക്ഷീണം സംഭവിച്ചോ എന്നൊരു സംശയം. അതാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്. സാരമില്ല, ഞാനത് പരിഹരിച്ചോളാം. അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയത് ഞാനായിട്ട് തന്നെ തീർക്കണമല്ലോ. നീ എന്ത് ചെയ്യാനാ പോകുന്നത്? മനോഹരൻ നിലയ്ക്ക് നിർത്തണമേ.